നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈസ് നൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ഈസ് നൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ടേബിളിലെ ഏതെങ്കിലും ഒരു റെക്കോർഡിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് നൾ വാല്യൂ ആണെങ്കിൽ നമുക്ക് 1 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. നൾ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് 0 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ സെലക്ട് ഈസ് നൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ നൾ എന്ന് കൊടുക്കുന്നു. സോ നൾ വാല്യൂ സൂചിപ്പിക്കുന്നതിന് വേണ്ടി. ശേഷം ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആസ് റിസൾട്ട് എന്ന് കൊടുക്കാം. സോ നമുക്ക് പുതിയ കോളത്തിൽ ലഭിക്കുന്നതായിരിക്കും. ആസ് റിസൾട്ട് കോളം നെയിം നമുക്ക് റിസൾട്ട് എന്ന് പറയുന്ന കോളം നെയിം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് ലഭിക്കുന്നു. കാരണം ഇതിനുള്ളിൽ നമ്മൾ കൊടുത്തത് നള്ളാണ്. സോ നൾ വാല്യൂ ആണെങ്കിൽ നമുക്ക് 1 എന്ന് ലഭിക്കുന്നു. സോ നമുക്ക് ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഉദാഹരണമായി ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈസ് നൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ ഉദാഹരണമായി നമുക്കിത് മുകളിലെ ഈ ലെഫ്റ്റ് ജോയിനിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഇത് സെലക്ട് ചെയ്ത് നേരത്തെ ഇഫ് നൾ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നു. സോ നമ്മൾ ഇഫ് നൾ തൽക്കാലം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ക്യാപിറ്റൽ നെയിം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നേരത്തെ കിട്ടിയ പോലെ തന്നെ നമുക്ക് 2 ഫീൽഡ് നമുക്ക് നള്ളായി ലഭിക്കുന്നു, നൾ വാല്യൂ ലഭിക്കുന്നു. സോ ഇനി നമ്മൾ ഇത് ഈസ് നൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കോളത്തിന് ഏതൊക്കെ റെക്കോർഡിന് ക്യാപിറ്റൽ നെയിം ഉണ്ടോ അവിടെ നമുക്ക് 0 ലഭിക്കും. ഏതൊക്കെ കോളം നള്ളാണോ അവിടെ നമുക്ക് 1 ലഭിക്കും. സോ നമുക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ഈസ് നൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നു. ഈസ് നൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമ്മളിവിടെ ക്യാപിറ്റൽ നെയിം എന്ന് പറയുന്ന ഫീൽഡാണ് ചെക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ കട്ട് ചെയ്ത് ഇതിവിടെ ചെക്ക് ചെയ്യുന്നു. ആസ് ക്യാപിറ്റൽ നെയിം എന്ന് കൊടുക്കുന്നു, കോളം നെയിം. സോ ഇനി നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നള്ളുള്ള ഭാഗത്ത് നൾ വാല്യൂ ഉള്ള ഭാഗത്ത് നമുക്ക് 1 ലഭിക്കുന്നു, ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് 0 ലഭിക്കുന്നു. സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ നമുക്ക് ബംഗ്ലാദേശ് ഓർ ശ്രീലങ്ക നള്ളായിരുന്നു ലഭിച്ചിരുന്നത്. സോ ആ ഒരു ഭാഗത്ത് നമുക്ക് 1 ലഭിക്കുന്നു. നമ്മൾ ക്യാപിറ്റൽ നെയിം കൊടുത്ത ഭാഗത്ത് നമുക്ക് 0 ലഭിക്കുന്നു. സോ നമുക്കിത് ശരിയായ രീതിയിൽ കാണണമെങ്കിൽ സോ ഞാനിവിടെ ക്യാപിറ്റൽ നെയിം കൂടി ഇവിടെ കൊടുത്തേക്കാം. ക്യാപിറ്റൽ നെയിം സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സോ നിങ്ങൾക്കിവിടെ കാണാം ബംഗ്ലാദേശ് നള്ളായിരുന്നു. സോ നമുക്കത് 1 എന്ന് പറയുന്ന റിസൾട്ട് ലഭിച്ചു. ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ നമുക്ക് ക്യാപിറ്റൽ നെയിം കൊടുത്തിരുന്നു, അതുകൊണ്ട് നമുക്കത് 0 എന്ന് പറയുന്ന വാല്യൂ ലഭിച്ചു. ശ്രീലങ്ക നള്ളായിരുന്നു, നമുക്ക് 1 എന്ന് പറയുന്ന വാല്യൂ ലഭിച്ചു. സോ ഇതുപോലെ ഒരു ടേബിളിൽ ഏതെങ്കിലും ഒരു വാല്യൂ നള്ളാണെങ്കിൽ നമുക്ക് 1 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. നൾ അല്ലെങ്കിൽ നമുക്ക് 0 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. ഇതിന് നമുക്ക് ഈസ് നൾ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.